പുനർജനി പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പണം വാങ്ങിയതായി കണ്ടെത്തിയിട്ടില്ലെന്ന് വിജിലൻസ്. വിജിലൻസ് ഡയറക്ടർ ആഭ്യന്തര വകുപ്പിന് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ വണിന് ലഭിച്ചു. സിജോ ബി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. സിജോ, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ വലിയ തിരിച്ചടിയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്ന കാര്യം. എന്തായിരുന്നു ഇതിന്റെ ഉള്ളടക്കം? വിജിലൻസ് ഡയറക്ടർ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ മീഡിയ വൺ പുറത്തുവിടുന്നത്. 19/9/2025 ഇത്തരത്തിൽ ഓരോ റിപ്പോർട്ട് നൽകുകയും ചെയ്തിരിക്കുന്നത്. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ MLA അക്കൗണ്ടിലേക്ക് പണം വന്നതായി കണ്ടെത്താനായിട്ടില്ല. വിദേശ സന്ദർശനത്തിന് ശേഷം വി.ഡി. സതീശൻ വസ്തു വാങ്ങിയതായി പരാതിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ വിഷയത്തിലും അന്വേഷണം ആരോപിച്ചതിനാൽ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ള മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സംഘടന മുഖേനയാണ് സതീശിന് വേണ്ടി ഫണ്ട് കൈകാര്യം ഇവർ ചെയ്തതായി അറിയില്ല എന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. മറ്റൊരു ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ 7A എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ വി.ഡി. സതീശൻ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യവും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കാർത്തിക് കെ IPS ആണ് ഇതിനു വേണ്ടി വിജിലൻസിന് വേണ്ടി ഇത്തരത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുകയും ഇത് നൽകുകയും ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് നിലനിൽക്കുകയാണ്. വീണ്ടും ഈ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് വി.ഡി. സതീശനെതിരെ വിജിലൻസ് അന്വേഷണത്തിനായിട്ടുള്ള ശ്രമിക്കണം, CBI അന്വേഷണത്തിനായിട്ടുള്ള നീക്കത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനെയാണ് ഈ പ്രതിപക്ഷം പ്രധാനമായും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. കാരണം വിജിലൻസ് അന്വേഷണം നടത്തി ഇതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് കണ്ടെത്തുകയും അതിനെ അത്തരത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് സർക്കാർ CBI അന്വേഷണത്തിന് മുൻകൈ എടുക്കുന്നത്? അതൊരു രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുകയും ചെയ്യുന്നത്. അത്തരം ആരോപണങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുന്നതാണ് ഈ റിപ്പോർട്ട്. കാരണം സ്റ്റേറ്റിന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിങ് വിജിലൻസ് പോലീസിന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ സാധിക്കാത്ത യാതൊരു തെളിവുമില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് സർക്കാർ തന്നെ ഇത്തരത്തിൽ CBI അന്വേഷണമായി പോകുന്നു എന്നുള്ളതാണ്. അതാണ് വി.ഡി. സതീഷിനെതിരെ അഴിമതി നിരോധന വകുപ്പ് പ്രകാരം കേസ് നിലനിൽക്കില്ല എന്നാണ് ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കെ പുതിയ അന്വേഷണത്തിന് എന്ത് പ്രസക്തി എന്നുള്ളതല്ലേ ചോദ്യം? അതെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്റ്റേറ്റിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ വിജിലൻസ് ആണ് ഇത്തരത്തിൽ ഒരു അന്വേഷണം നടത്തുകയും അതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് വിജിലൻസ് ഇത്തരത്തിൽ വി.ഡി. സതീശന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ട് അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതിൽ ഈ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് മുഖവിലേക്ക് എടുക്കാത്തത്? CBI അന്വേഷണത്തിന് എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അത് തീർത്തും രാഷ്ട്രീയ പ്രേരിതമായ ഒരു നീക്കമാണ് എന്നുള്ള ഒരു ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതിനെ സാധൂകരിക്കുന്ന, അതിനെ തെളിയിക്കുന്ന തരത്തിലുള്ള വിശദാംശങ്ങളും വിവരങ്ങളുമാണ് ഇപ്പോൾ എന്തായാലും ഇത് ഈ കത്തിലൂടെ പുറത്തു വരികയും ചെയ്യുന്നത്.